ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അതിനകത്ത് നിന്നപ്പോ പറഞ്ഞ വാചകങ്ങളുടെയും പേരിലുള്ള ജാള്യത പോലും മറച്ചു വെക്കാതെ ഈ പറയുന്ന വെറുപ്പിന്റെ ഫാക്ടറി ഉപേക്ഷിച്ചു വന്നു എന്ന് പറയുന്ന ആ ഐഡിയോളജിക്കൽ ചേഞ്ചിനെയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. പെട്ടെന്ന് ഐഡിയോളജിക്കൽ ചേഞ്ച് സാധ്യമാണോ? അദ്ദേഹം തന്നെ സൂചിപ്പിച്ചല്ലോ, ഈ നാട്ടില് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് അല്ലെങ്കിൽ അവർ ഉപരോധം നടത്തി ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉപരോധം നേരിടേണ്ടി വന്നിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് പെട്ടെന്ന് തുടങ്ങിയ ചിന്തയായിരിക്കില്ല. എന്തായാലും അതാണ് ഷാഫി വ്യക്തമാക്കുന്നത്. വളരെ പെട്ടെന്നുള്ള മാറ്റമാണെങ്കിലും അത് പെട്ടെന്നുണ്ടായതല്ല എന്നാണ് ഷാഫി പറയുന്നത്. തീർച്ചയായും അവിടെ നിരവധി നേതാക്കളുടെ സാന്നിധ്യമുണ്ട്. ഷാഫി പറമ്പിലാണ് ഇപ്പോൾ സ്ത്രീകൾ ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ് സന്ദീപ് വാര്യരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. സമയോചിതമായിട്ടുള്ള നീക്കമാണ്. ജനാധിപത്യ മതേതര സമൂഹം, പാലക്കാടല്ല കേരള സമൂഹം മുഴുവൻ അതിനെ സ്വാഗതം ചെയ്തു. കാരണം വർഗീയ വിഷലിപ്തമായിട്ടുള്ള പ്രസംഗങ്ങളും പ്രചരണങ്ങളും നടത്തുന്ന BJPക്ക് ഏറ്റ ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ്. വിഭാഗീയതയുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം വിത്തുപാകാൻ കേരള മണ്ണിൽ നടക്കില്ല, പാലക്കാട് നടക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സന്ദീപ് വാര്യരുടെ നിലപാട്. അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു തിളക്കമാർന്ന ഭൂരിപക്ഷം വിജയം നേരത്തെ ഞങ്ങൾ ഉറപ്പിച്ചതാണ്. തിളക്കമാർന്ന ഒരു ഭൂരിപക്ഷത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. പെട്ടെന്നുള്ള പ്രത്യയശാസ്ത്ര മാറ്റം അത് ഉൾക്കൊള്ളും പെട്ടെന്നല്ലോ. കഴിഞ്ഞ 2-3 വർഷക്കാലമായി അദ്ദേഹം BJPയിൽ അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും അദ്ദേഹത്തെ സൈഡ്ലൈൻ ചെയ്തു. നിരവധി പരാതികളുണ്ടായി. കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഇടപെട്ടു. അത് ഒത്തുതീർപ്പുണ്ടാക്കി. ആ ഒത്തുതീർപ്പ് ലംഘിച്ചു. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി പ്രചരണ യോഗത്തിൽ ഒരു കസേര പോലും കൊടുക്കാതെ അവഗണിച്ചു, അപമാനിച്ചു. അദ്ദേഹം പിണങ്ങി പിരിഞ്ഞ ശേഷം ഒരു നേതാക്കന്മാരും കാര്യമായി ബന്ധപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെട്ടപ്പോൾ പഴയ RSSന് സ്ഥലം കൊടുത്ത ആളാണ് രുക്മിണി ടീച്ചർ. ആ ടീച്ചർ മരണക്കിടക്കെ കിടക്കുമ്പോൾ ഒരു BJP നേതാവും വന്നു നോക്കിയില്ല. ഇത്രയേറെ വെറുപ്പാണ് ആ പാർട്ടിക്കകത്തുള്ളത്. ഇത്രയേറെ വ്യക്തി വൈരാഗ്യമാണ് ആ പാർട്ടിക്കകത്തുള്ളത്. ആ സ്ഥലം സൗജന്യമായിട്ട് കൊടുത്ത് മരിച്ച രുക്മിണി അമ്മയെ കാണാൻ, സന്ദീപിന്റെ അമ്മയെ കാണാൻ ഒരു നേതാവും വന്നില്ല. ഏറ്റവും സഹയാത്രികനായിരുന്ന ഇപ്പോഴത്തെ BJP സ്ഥാനാർത്ഥി പോലും ആ വീട്ടിലേക്ക് പോയില്ലെന്ന് മാത്രമല്ല, ഒരു ഫോണിലൂടെ പോലും ഒരു ആശ്വാസവാക്ക് അർപ്പിച്ചില്ലെന്ന് വെച്ചാൽ എത്രത്തോളം ഭീകരതയാണ്, എത്രത്തോളം വെറുപ്പാണ് BJPക്ക് അകത്തുള്ളതിന്റെ തെളിവ. അത് കണ്ട ഈ പ്രചരണത്തിന് വിട്ടുനിൽക്കും എന്ന് പറഞ്ഞ സന്ദീപിന് എല്ലാ പാർട്ടിക്കാരും പോയി കാണുക. പ്രത്യയശാസ്ത്രപരമായുള്ള മാറ്റം അതാണ് ഞാൻ ചോദിച്ചത്. അത് വളരെ വേഗത്തിൽ സാധ്യമാവുന്നതാണോ BJPയിൽ നിന്ന് കോൺഗ്രസിൽ? സ്വാഭാവികമായിട്ട് വളരെ വേഗത്തിലല്ലല്ലോ. കഴിഞ്ഞ 2-3 വർഷക്കാലമായി ആ പാർട്ടിയുടെ നാക്കായി, മുഖമായി, ആ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാനായി സ്പോക്സ്മാനായി പ്രവർത്തിച്ച ഒരാൾക്കാണ് ഈ ദുരനുഭവമെങ്കിൽ അതിലെ സാധാരണ പാർട്ടിക്കാരുടെ എന്താണ്? BJP എന്നുള്ളത് ഒരു കൊള്ളസംഘമായി മാറിയിരിക്കുന്ന സന്ദീപ് പറയണേ. സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഒരു തട്ടിപ്പ് സംഘമാണ്. അത് പല വിഭാഗങ്ങളായി പിരിഞ്ഞിരിക്കുക. അവർക്ക് എങ്ങനെ നാടിനെ ഒരുമിപ്പിക്കാൻ കഴിയും? വിഭാഗീയതയുടെ വെറുപ്പിന്റെ വക്താക്കളായ BJPയിൽ ഇനി തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് സ്വന്തം അനുഭവം കൊണ്ടാണ്, ആരുടെയും സമ്മർദ്ദം കൊണ്ടല്ല, സ്വന്തം അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞാണ് സന്ദീപ് വാര്യർ പുറത്തു വന്നിരിക്കുന്നത്. ഇനിയുള്ള നാളുകളിൽ ഒരുപാട് സന്ദീപ് വാര്യർമാർ പാലക്കാട്ടും കേരളത്തിലും ഈ തടങ്ങൽ പാളയത്തിൽ നിന്നും വിട്ടു പുറത്തു വരും. ഈ ഇലക്ഷൻ മുമ്പ് ഇനി ഉണ്ടോ ഇങ്ങനെ പലരും വരാനുണ്ടോ? ഏത് സമയവും സംഭവിക്കാം. ഇനി ധാരാളം പൊട്ടിത്തെറികൾ ഉണ്ടാവും. അവർ കരുതി വെച്ച ബോംബ് അവരുടെ ഓഫീസിൽ തന്നെ പൊട്ടിയ ഒരവസ്ഥയാണ്. അങ്ങനെ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു. BJP വിട്ട് സന്ദീപ് കോൺഗ്രസിന്റെ ഭാഗമാകുന്നു. ഇനി കോൺഗ്രസിന്റെ വക്താവായി സന്ദീപ് വാര്യർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാർട്ടി പ്രവർത്തകർ, നേതാക്കൾ സന്ദീപ് വാര്യരെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. ക്ലീൻ ഇമേജ് ഉള്ള വളരെ പ്രധാനപ്പെട്ട ക്രിസ്റ്റൽ ക്ലിയറായ മനുഷ്യനാണ് സന്ദീപ് വാര്യർ എന്നാണ് VD സതീശൻ വിശേഷിപ്പിച്ചത്. BJPയുടെ പ്രതികരണം ഈ സന്ദീപ് വാര്യരെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ്, സന്ദീപ് അപ്രസക്തനാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയമില്ല, ഈ വിഷയം BJPക്ക് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ.